ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോടുള്ള തളി മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ ഇതാ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിൽ. നമ്മൾ വേഗം തന്നെ കയറി തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു കേട്ടോ. തിരിച്ചിതാ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇതാ പൂവിൻ്റെ അടുത്ത് എത്തിയപ്പം ചാരു പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് ചാരു പൂവ് ഇടാനുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ചാരുവിന് വേണ്ടി അടിച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്ത വർക്കൊക്കെ അവിടെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ വേഗം തന്നെ. ഈ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ കുളമൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടേക്കാണ് കേട്ടോ വേഗം തന്നെ പോയത്. നോക്കുമ്പോൾ അവിടെ ചെന്ന സമയത്താണെങ്കിൽ അവിടെ ഓണാഘോഷ പരിപാടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ അവിടെയും അതുപോലെ തന്നെ കുറേ പേര് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഈ കുട്ടികളുടെ ടോയ്സൊക്കെ വെക്കണ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ദാ ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയതന്നെ പിന്നെ ചാരു എന്തായാലും ചാരുൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ദാ ആദുവിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഈസ്റ്റീലുള്ള കൃഷ്ണമേനോൻ മ്യൂസിയം അവിടേക്കാണ് പോയത് കേട്ടോ. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. അങ്ങനെ ദാ ഈ ഒരു ചാരു ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. അവിടെ ചെന്ന സമയത്ത് അവിടെയും ഒരുപാട് പേരിങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ. ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സമയം ഉച്ചയായിട്ടോ. നമ്മൾ വിചാരിച്ച് മക്കൾക്ക് കുറച്ച് നേരം പാർക്കിൽ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ചാന ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു രണ്ടാൾക്കും. അങ്ങനെ അവർ രണ്ടാകുമ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ കളിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം. അത് കഴിച്ച് നമ്മൾ ഒരു 1-1:30 ആയിട്ടുണ്ടാവും. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഭക്ഷണം കഴിക്കും വേണം, വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുണ്ടായത്തോടെ എത്തിയപ്പോഴത്തേക്ക് ഇതാ ഈ തൗബ ബിരിയാണി സെൻറ്റർ കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി അവിടെ ഒന്ന് കയറി കേട്ടോ. എൻ്റെ അമ്മോ അടിപൊളി ബിരിയാണി. നമ്മൾ ഒരു ബീഫ് ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ദം ബിരിയാണി. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ചാരിക്കുട്ടി പറഞ്ഞു അടിപൊളിയാണ് ഫുഡ് എന്ന്. അത് അവരോട് തന്നെ നേരിട്ട് പറഞ്ഞു കേട്ടോ ഞങ്ങൾ.